ചായോസ് ദ്വീപിന്റെ പരമാധികാരം മൗറീഷ്യസിന് വിട്ടുകൊടുത്ത ബ്രിട്ടൻ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ചായോസ് ദ്വീപ സമൂഹത്തിന്റെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുന്ന പ്രഖ്യാപനവുമായി ബ്രിട്ടൻ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാടുവിട്ട ആളുകളെ നാട്ടിലേക്ക് മടങ്ങാൻ അവസരമൊരുക്കുന്ന കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കത്തിന് പരിഹാരമായ തീരുമാനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. ചാഗോസ് ദ്വീപുകളുടെ മേലുള്ള മൗറീഷ്യസിന്റെ പരമാധികാര അവകാശവാദത്തെ ഇന്ത്യ സ്ഥിരമായി പിന്തുണച്ചിരുന്നു. അതേസമയം ഡിഗോ ഗാർഷ്യസിലെ പ്രധാനപ്പെട്ട UK-US സൈനിക താവളത്തിന്റെ ഉപയോഗം ലണ്ടൻ തന്നെ നിലനിർത്തി. പ്രശ്നപരിഹാരത്തിന് സമാധാനപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ബ്രിട്ടനും മൗറീഷ്യസും സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. 1814 മുതൽ ബ്രിട്ടൻ ഈ പ്രദേശത്തെ നിയന്ത്രിക്കുകയും 1965 ബ്രിട്ടൻ ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശം സൃഷ്ടിക്കുന്നതിനായി ചാഗോസ് ദ്വീപ സമൂഹത്തെ അതിന്റെ മുൻ കോളനിയായ മൗറീഷ്യസിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്തു. 1966 ഈ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഡിഗോ ഗാർഷ്യ US-ന് പാട്ടത്തിന് നൽകിയിരുന്നു. തന്ത്രപ്രധാനമായ ഡിഗോ ഗാർഷ്യ ദ്വീപിലെ സൈനിക താവളമുള്ളതിനാൽ പ്രദേശം വിട്ടു നൽകാൻ ബ്രിട്ടൻ തയ്യാറാകാതിരുന്നതുമാണ്. ബ്രിട്ടനും US-ഉം സംയുക്തമായാണ് ഈ സൈനിക താവളം നടത്തുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഗൾഫ് മേഖലയിലെയും അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് നിർണായകമാണ് ഈ സൈന്യ താവളം.